സ്വാധീന കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാനെ വിമർശിച്ച ഇന്ത്യ. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പർവതേനി ഹരീഷ് ചൂണ്ടിക്കാട്ടി. പാക് സൈന്യത്തിന്റെ ആധിപത്യം, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ, സാധാരണക്കാരോടുള്ള ക്രൂരത, ചൂഷണം എന്നിവയ്ക്കെതിരെ ജനങ്ങൾ നടത്തുന്ന തുറന്ന കലാപത്തെക്കുറിച്ചും UN സഭയിൽ ഇന്ത്യൻ പ്രതിനിധി വിമർശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും പാക് ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ പ്രതിഷേധിക്കുന്ന POKയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. പാകിസ്ഥാൻ നടത്തുന്ന തുടർച്ചയായുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. കാശ്മീരിലെ ജനങ്ങൾ അവരുടെ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നു. അത്തരം ആശയങ്ങളോട് പാകിസ്ഥാന് എതിർപ്പാണ്. മാത്രമല്ല, 80ാമത് ഐക്യരാഷ്ട്രസഭാ ദിനത്തിൽ സംഘടിപ്പിച്ച തുറന്ന ചർച്ചയിലാണ് ജമ്മു കാശ്മീർ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് ഹരീഷ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇന്ത്യയുടെ കാലാതീതമായ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കും ഭരണഘടനാ ചട്ടക്കൂടിനും അനുസൃതമായി ജമ്മു കാശ്മീർ ജനത അവരുടെ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നു. തീർച്ചയായും ഇവ പാകിസ്ഥാന് അന്യമായ ആശയങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. വസുദൈവ കുടുംബകം, ലോകത്തെ ഒരു കുടുംബമായി കാണൽ, എല്ലാവർക്കും നീതി, അന്തസ്, സമൃദ്ധി എന്നിവയ്ക്കായി വാദിക്കൽ എന്നിവയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. നമ്മുടെ ലോകവീക്ഷണത്തെ ഉറപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ഇത്, മറിച്ച് എല്ലാ സമൂഹങ്ങൾക്കും ജനങ്ങൾക്കും നീതി, അന്തസ്, അവസരം, സമൃദ്ധി എന്നിവയ്ക്കായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നതിനുള്ള കാരണവും ഇതാണ്. ബഹുരാഷ്ട്രവാദത്തിലും അന്താരാഷ്ട്ര പങ്കാളിത്തത്തിലും സഹകരണത്തിലും ഇന്ത്യ വിശ്വാസം അർപ്പിക്കുന്നതിന്റെ കാരണവും ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. UNSC ഓപ്പൺ ഡിബേറ്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള UN-ന്റെ സംഭാവനകളെ ഇന്ത്യൻ അംബാസഡർ എടുത്തു കാണിച്ചു. അതേസമയം അതിന്റെ പ്രസക്തി, നിയമസാധുത, വിശ്വാസ്യത, ഫലപ്രാപ്തി എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര സംഘടനയായ ഐക്യരാഷ്ട്രസഭ പ്രസക്തി, നിയമസാധുത, വിശ്വാസ്യത, ഫലപ്രാപ്തി എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് ഈ സംവാദത്തിന്റെ പ്രമേയം വലിയ പ്രാധാന്യം നേടുന്നുവെന്നും അംബാസഡർ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുമായുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും പാകിസ്ഥാൻ തോൽക്കുമെന്ന് മുൻ US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിന് ശേഷം 2 ആണവായുധ രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് പോകുമെന്ന് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി വിശ്വസിച്ചിരുന്നു. 15 വർഷമായി CIA-യിൽ സേവനമനുഷ്ഠിക്കുന്ന ജോൺ കിരിയാക്കോ വാഷിംഗ്ടണും ഇസ്ലാമാബാദും തമ്മിലുള്ള അസ്വസ്ഥതയെക്കുറിച്ചും പാകിസ്ഥാനിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെക്കുറിച്ചും വാർത്താ ഏജൻസിയായ ANI-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്ലാമാബാദിന് ഒരു നയപരമായ നിഗമനത്തിലെത്തേണ്ടതുണ്ട് മുൻ CIA ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യഥാർത്ഥ യുദ്ധത്തിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകില്ല. കാരണം പാകിസ്ഥാനികൾ തോൽക്കും. ഞാൻ ആണവായുധങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഒരു പരമ്പരാഗത യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യക്കാരെ നിരന്തരം പ്രകോപിപ്പിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2016 സർജിക്കൽ സ്ട്രൈക്കുകൾ, 2019 ബലാക്കോട്ട് സ്ട്രൈക്കുകൾ, ഈ വർഷം ഏപ്രിൽ 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്നിവയുൾപ്പെടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ നിർണായകമായ നടപടി സ്വീകരിച്ചു. ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതിനെ തുടർന്ന് വെടിനിർത്തലിന് അപേക്ഷിച്ചിട്ടും പാകിസ്ഥാനികൾ വാചോടാപം നിയന്ത്രിക്കാൻ ശ്രമിച്ചതിനാൽ ഇസ്ലാമാബാദിന്റെ ആണവ ഭീഷണി വെച്ചു പൊറുപ്പിക്കില്ലെന്ന ന്യൂഡൽഹി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.